JMJ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ജാതിക്ക കൊണ്ടൊരു സ്ക്വാഷ് തയ്യാറാക്കാം. ജാതിക്ക സ്ക്വാഷ് നമുക്ക് വളരെ നല്ലതല്ലേ. ജാതിക്കയും ജാതി പത്രിയും എടുത്തു കഴിഞ്ഞാൽ ജാതിക്കയുടെ പുറത്തെ തൊണ്ട് നമ്മൾ വെറുതെ കളയുകയാണ്. അപ്പോൾ അത് കളയാതെ നമുക്ക് പല പ്രോഡക്റ്റ് ആക്കാം. ജാതിക്ക കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് ജാതിക്ക തൊണ്ട കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് ജാതിക്ക തൊണ്ട കൊണ്ടുള്ള സ്ക്വാഷാണ്. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തായാലും നമുക്ക് ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് ജാതിക്ക സ്ക്വാഷ് നമുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ജാതിക്ക സ്ക്വാഷ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസിയാണ് ജാതിക്ക സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ജാതിക്ക സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ കായൊക്കെ എടുത്തു മാറ്റി, ജാതിപത്രിയെല്ലാം എടുത്തു മാറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ജാതിക്ക ഞാൻ ആദ്യമേ കഴുകി വൃത്തിയാക്കി ഉണങ്ങി എടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ തൊണ്ടൊന്നും പ്രത്യേകിച്ച് ചെത്തി കളയുന്നില്ല. അപ്പോൾ ജാതിക്ക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡ് കറയൊക്കെ വരും. ഈ ജാതിക്കയുടെ കറ നമ്മൾ ഒരിക്കലും കളയരുത്. ആ കറയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് നടുവേ ഒന്ന് മുറിച്ചാൽ മതി. 1-2 ആയിട്ട് നമുക്ക് മുറിച്ചിങ്ങനെ ഒന്ന് ചെറുതാക്കിയെടുക്കാം. ഈ ഒരു ജാതിക്കയുടെ പകുതി 2 3 മുറിച്ചെടുത്താൽ മതി. അപ്പം ഞാനിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഈ ജാതിക്ക മുഴുവൻ കട്ട് ചെയ്തൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ ഇതിൻ്റെ കൃത്യം ആ ഒരു ലെവൽ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലാവരുത്. വെള്ളം കൃത്യം ആ ജാതിക്കയുടെ ലെവലിലുള്ള വെള്ളം മതി. ഞാൻ ഇതിലേക്ക് 2 ഗ്രാമ്പും ചേർക്കുകയാണ്. ഈ ഒരു വലുപ്പമുള്ള ഒരു കറുവാപ്പട്ടയും കൂടെ. ഗ്രാമ്പും കറുവാപ്പട്ടയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ചേർക്കാതെ വേണേലും സ്ക്വാഷ് തയ്യാറാക്കാം. അപ്പം ഇത് ഞാൻ അധികം ചേർക്കുന്നില്ല. 2 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവാപ്പട്ടയും മാത്രമേ ചേർക്കൂ. ഇനി നമുക്കിത് അടച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ഇത് നന്നായിട്ട് വെന്ത് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഫുൾ വിസിലടിക്കുകയാണെങ്കിൽ ഒരു 6-7 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. അതിൽ നന്നായിട്ട് ഇതിൻ്റെ ആ സത്ത് പുറത്തേക്ക് വരുന്ന സിമ്മിൽ കുറച്ച് നേരം കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ചിട്ട് പിന്നെ 10 മിനിറ്റ് സിമ്മിലൂടെ ഇത് വേവിച്ചെടുക്കും. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയാൽ ജാതിക്കയുടെ നമ്മൾ പീസ് എടുത്ത് കഴിഞ്ഞാൽ തൊടുമ്പോഴേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സത്തെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം മാത്രം മതി. ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടു, ഇതിന് ഈ ഒരു കളറുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരാമൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കളർ മാറി വരുന്നുണ്ട്. കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് മെൽറ്റ് ആവുകയും കുറച്ചുകൂടെ ഡാർക്ക് കളർ ആവുകയും ചെയ്യണം. ഇതുപോലെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ സ്ക്വാഷിന് ഒരു ചെറിയ കളർ കിട്ടാനും കൂടെ വേണ്ടിയാണ് നമ്മൾ കുറച്ച് കളറാക്കുന്നത്. ഇതുകൊണ്ട് കുറച്ച് ക്യാരാമലിൻ്റെ കളർ. എന്നാൽ അധികം ഡാർക്ക് കളർ ആകരുത്. അധികം ഡാർക്ക് കളറായി കഴിഞ്ഞാൽ ഇതിന് കയ്പ്പ് രസം വരും. ഇതിൻ്റെ മധുരം കുറയരുത്. ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളർ ആവുകയും ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 1 നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുന്നത് ഈ പഞ്ചസാര ഇതിൽ കട്ട പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ജാതിക്ക സിറപ്പ് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സിറപ്പ് ഒഴിച്ച് ഇതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ജാതിക്ക വെന്ത വെള്ളം ഒഴിക്കുമ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് കുറച്ച് കട്ടയാവും. ജാതിക്ക വെന്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ചൂടാകുമ്പോഴത്തേനും ആ കട്ടയായ ഷുഗർ സിറപ്പും വീണ്ടും മെൽറ്റായി വരും. എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി ചൂട് മാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലായി സൂക്ഷിക്കാം. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പേ ഉള്ളൂ. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ സ്ക്വാഷിന് ഉപ്പിൻ്റെ ടേസ്റ്റ് വരണ്ട. ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്തത്. നമ്മൾ പായസത്തിനൊക്കെ സാധാരണ ചേർക്കാറില്ലേ, അതുപോലെ ഒരു നുള്ളു ഉപ്പ് മാത്രം മതി. ഇത് രണ്ടും കൂടെ ഷുഗർ സിറപ്പും ജാതിക്ക വെന്ത വെള്ളം കൂടെ ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്വാഷ് എടുക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് സ്ക്വാഷ് നമുക്ക് 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെള്ളം ഒഴിച്ചിട്ടാൽ മതി. കുറച്ച് ഐസ് ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ക്വാഷ് റെഡിയാക്കാം.
ഇനി നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഐസ് ഇട്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കിത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ജാതിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റ് ആയിട്ടും നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്, ഹെൽത്തിയാണ്. അങ്ങനെ ഒരു ഹെൽത്തി ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെയാണ്. താങ്ക്